നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ KSU പ്രതിഷേധ മാർച്ചിലെ അതിക്രമം. നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും. പിടിയിലായത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും. മുന്നൊരുക്കങ്ങളില്ലാതെ ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കി. മുദ്രപത്രങ്ങൾക്ക് ഇപ്പോൾ കടുത്ത ക്ഷാമം നേരിടുന്നതായി KGOA. നിശ്ചിത തീയതിക്കുള്ളിൽ എഗ്രിമെന്റുകൾ വയ്ക്കാനാവുന്നില്ല. പ്രശ്നപരിഹാരത്തിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഭാരവാഹികൾ. രാജ്യത്തെ പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമുണ്ടാവുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി. പരാമർശം സുശീല ഗോപാലൻ അനുസ്മരണത്തിനിടെ. രാജ്യത്തെ മഹിളാ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു സുശീല ഗോപാലൻ എന്നും സൂസൻ. വാർത്തകൾ വിശദമായി. പ്രതിഷേധ മാർച്ചിലെ അതിക്രമം. KSU നേതാക്കളെ കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു. അതിക്രമത്തിന്റെ പേരിൽ KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അർജുൻ കറ്റയാട്ട് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ CI ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് KSU നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നടന്ന അതിക്രമത്തിന്റെ പേരിലാണ് KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അർജുൻ കറ്റയാട്ട് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ടൗൺ CI ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നേതാക്കളെ വ്യാഴാഴ്ച പകൽ 12ഓടെ അറസ്റ്റ് ചെയ്തത്. KSRTC ബസ് സ്റ്റാൻഡിലെ കടയിലിരിക്കുമ്പോഴാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. എന്നാൽ അറസ്റ്റിനെ ഇരുവരും ചെറുത്തതോടെ പോലീസ് ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റുകയായിരുന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വിട്ടു കളിക്കുന്ന ഒരാളെ പിടിക്കാൻ ഉഷാറില്ലല്ലോ. ഭരണം എന്തുകൊണ്ട് ഈ താല്പര്യം കാണിക്കുന്നില്ല? എത്ര കാലമായി ആ കുട്ടികൾ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്ര ദിവസമായി ഡിസ്ചാർജ് ആയിട്ടില്ല? ആ കുട്ടികളെ പ്രതികളെ പിടിക്കാൻ വേണ്ടി ഇതുവരെ പോലീസ് തയ്യാറായില്ല. നമ്മളെ ഈ നിലയിൽ പിടിക്കാൻ എന്തിനാണ് തോട്ടട ഗവൺമെന്റ് ITIയിൽ നടന്ന SFI അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് KSU കഴിഞ്ഞ തിങ്കളാഴ്ച കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആഗോള ധ്യാന ദിനമായ ഡിസംബർ 21-ന് ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ സൗജന്യ ധ്യാന പരിപാടികൾ നടത്താൻ തീരുമാനിച്ചതായി ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ സെക്രട്ടറി N രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൗൺ സ്ക്വയറിൽ വൈകുന്നേരം 6 മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. യൂട്യൂബിലൂടെ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് കേരളത്തിലെ ധ്യാനം നടക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. യുണൈറ്റഡ് നേഷൻസ് ആണ് ഡിസംബർ 21-ന് ആഗോള ധ്യാന ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലും ഓഫീസ്, വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ, ആർട്ട് ഓഫ് ലിവിംഗ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ ധ്യാന പരിശീലനം നടത്തും. അമേരിക്കയിൽ വെച്ചാണ് ധ്യാനത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. രാത്രി 8 മണിക്കാണ് പരിപാടി. യൂട്യൂബിലൂടെ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് കേരളത്തിലെ ധ്യാനം നടക്കുക. 6 മണി മുതൽ 8:30 വരെയാണ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂരിന് പുറമെ തളിപ്പറമ്പ്, പയ്യന്നൂർ, മട്ടന്നൂർ, ചാലോട്, തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ സൗജന്യ ധ്യാന പരിശീലനം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുൻകിട്ട് നിൽക്കുന്ന ആളും മറ്റുള്ളവരുടെയും വളരെ പ്രയത്നപ്രകാരമാണ് UN ഡിസംബർ 21-ാം തീയതി ലോക ധ്യാന ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത സൂര്യന് ദക്ഷിണായന ധ്രുവത്തിൽ നിന്ന് ഉത്തരായണ ധ്രുവത്തിലേക്ക് പോകുന്ന ആ ഒരു ഡേ ആണ് ഡിസംബർ 21. ആ ദിവസമാണ് ലോക ധ്യാന ദിനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഈ ഭൂമിയിൽ മനസ്സമാധാനം ലഭിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രഷ്യസ് ആയ ഒരു പ്രോസസ്സാണ് ധ്യാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മനസ്സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ കൂടെ തന്നെ ഇരിക്കുക എന്നാണ്. ഒരു 10-20 മിനിറ്റ് അവരുടെ കൂടെ എപ്പോഴും ഇരിക്കാൻ പറ്റിയാണ് അവർക്ക് എപ്പോഴും സമാധാനം ഉണ്ടാകും. മനസ്സ് പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത കൊണ്ടുവരുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ശാന്തത ലഭിക്കും. അതാണ് ധ്യാനത്തിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ ലോകം മുഴുവൻ അതിൻ്റെ പ്രാധാന്യം അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഡിസംബർ 21 ലോക ധ്യാന ദിനമായിട്ട് ആചരിക്കുന്നത്. പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് രാജേഷ് തെക്കൻ, കോർഡിനേറ്റർ സഞ്ജു മോഹൻ, ഉണ്ണികൃഷ്ണൻ S, അനിൽകുമാർ P എന്നിവരും പങ്കെടുത്തു. കണ്ണൂരിൽ ചികിത്സയിലുള്ള വ്യക്തിക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇയാളെ രോഗലക്ഷണങ്ങളോടെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടുതൽ ഐസൊലേഷൻ സംവിധാനം ക്രമീകരിക്കാൻ ഇതോടെ മന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ജാഗ്രത പുലർത്താൻ ആരോഗ്യ വകുപ്പിന് നിർദ്ദേശവും നൽകി. രോഗം സ്ഥിരീകരിച്ച കണ്ണൂർ സ്വദേശിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു.
എംപോക്സ് രോഗം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണെന്നും രോഗലക്ഷണങ്ങൾ പ്രകടമായതിനു ശേഷമാണ് രോഗം പകരുന്നതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. സമ്പർക്കമുണ്ടായാൽ 21 ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എംപോക്സ് രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഐസൊലേഷനിൽ തുടരേണ്ടതും ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കേണ്ടതുമാണ്. എയർപോർട്ടുകളിൽ ഉൾപ്പെടെ അവബോധം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡോ H1N1 ഇൻഫ്ലുവൻസിയോ പോലെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല എംപോക്സ്. രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക, നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക, ലൈംഗിക ബന്ധം, കിടക്ക, വസ്ത്രം എന്നിവ സ്പർശിക്കുക, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗസാധ്യത വളരെയേറെയാണ്. പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. പനി, തീവ്രമായ തലവേദന, കഴലവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പനി തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത്. ഇതിനു പുറമെ കൈപ്പത്തി, ജനനേന്ദ്രിയം, കണ്ണുകൾ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടും. അസുഖബാധിതരായ ആൾക്കാരുമായി നിഷ്കർഷിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ അവലംബിക്കാതെ അടുത്തിടപഴകുന്ന ആൾക്കാർക്കാണ് എംപോക്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അഴീക്കോടിന് ആഘോഷ റാവുകൾ സമ്മാനിക്കാൻ ചാൽ ബീച്ച് ഫെസ്റ്റ് ഡിസംബർ 20 മുതൽ ജനുവരി 2 വരെ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 20 വൈകിട്ട് 7 മണിക്ക് KV സുമേഷ് MLA ബീച്ച് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഫെസ്റ്റിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് പ്രശസ്ത ട്രൂപ്പുകളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. അഴീക്കോട് ചാൽ ബീച്ച് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ഇത്തവണ 8ാമത്തെ വർഷമാണ് നമ്മുടെ ബീച്ച് ഫെസ്റ്റ് വളരെ ആഘോഷകരമായി നടത്താൻ വേണ്ടി സംഘാടക സമിതി ആലോചിച്ചിട്ടുള്ളത്. ഈ തവണ വ്യത്യസ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് സംഘാടക സമിതി. വളരെ നല്ല രീതിയിൽ ജനങ്ങൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉത്തര മലബാറിൽ തന്നെ പ്രത്യേക തയ്യാറാക്കിയ ഒരു പെറ്റ് സ്റ്റേഷനും അതോടനുബന്ധിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള റൈഡുകളും ഞങ്ങൾ ഈ പരിപാടിയിൽ ഒരുക്കുന്നുണ്ട്. അതുപോലെ കലാപരിപാടികൾ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് കുറച്ചുകൂടി നല്ല നാടൻ കലാരൂപങ്ങളും അതുപോലെ മറ്റ് ഈ സാംസ്കാരിക പരിപാടികൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതുപോലെ പ്രാദേശിക പരിപാടികൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല പരിപാടികൾ തന്നെ ഇത്തവണ സംഘാടക സമിതി എന്ന രീതിയിൽ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കലാകാരികളെയും കലാകാരന്മാരെയും പ്രത്യേക പരിഗണിച്ചുകൊണ്ട് പ്രത്യേക പരിപാടികൾ പ്രത്യേക ദിവസങ്ങളിൽ സംഘടിപ്പിക്കണം എന്ന് സംഘാടക സമിതി ആലോചിച്ചിട്ടുണ്ട്. ഇത്തവണ 20-ാം തീയതി ഡിസംബർ 20-ാം തീയതി മുതൽ ജനുവരി 2-ന് അവസാനിക്കത്തക്ക രീതിയിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ പരിപാടി നാളെ 20-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ അഴീക്കോടിൻ്റെ MLA ശ്രീ KV സുമേഷ് അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ചടങ്ങിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ് അധ്യക്ഷനാകും. കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണ മുഖ്യാതിഥിയാകും. തുടർന്ന് നാട്ടുകൂട്ടായ്മ അവതരിപ്പിക്കുന്ന കലാസന്ധ്യയോടെ കലാപരിപാടികൾക്കും തുടക്കമാകും. ഫെസ്റ്റിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് പ്രശസ്ത ട്രൂപ്പുകളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഉത്സവലഹരി പകരാൻ ഫുഡ് കോർട്ടിനു പുറമെ പെറ്റ് ഷോ, അമ്യൂസ്മെന്റ് പാർക്ക്, അക്വേറിയം എന്നിവയും ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 21-ന് പുന്നാട് പൊലിക അവതരിപ്പിക്കുന്ന നാടൻപാട്ട്, 22-ന് അലോഷി അവതരിപ്പിക്കുന്ന ഗസൽ, 23-ന് താജുദ്ദീൻ വടകര അവതരിപ്പിക്കുന്ന ഖൽബാണ് അഴീക്കോട്, 24-ന് ഡാൻസ് നൈറ്റ്, 25-ന് നൌഫൽ റഹ്മാൻ നയിക്കുന്ന മെഗാ ഗാനമേള, 26-ന് മെഗാ ഷോ, 27-ന് നയന ഹാരിസിന്റെ ഇഷൽ സന്ധ്യ, 28-ന് മഴവിൽ ഫോക്ക് ബാൻഡിന്റെ പകർനാട്ടം, 29-ന് DJ ഫ്യൂഷൻ ചെണ്ടമേളം, 30-ന് അധീന നാടക നാട്ടറിവ് വീട് അവതരിപ്പിക്കുന്ന നാട്ടുമൊഴി നാടൻ പാട്ടുമേള, 31-ന് നവവത്സര ആഘോഷത്തിന്റെ ഭാഗമായി DJ നൈറ്റ്, ജനുവരി 1-ന് സുറുമി എഴുതും സുന്ദരിയോ കണ്ണൂർ സീനത്ത് പാടുന്നു, ജനുവരി 2-ന് തൻസീർ കൂത്തുപറമ്പ് നയിക്കുന്ന ഇശൽ നിലാവ് തുടങ്ങി വ്യത്യസ്തമാർന്ന പരിപാടികളാണ് വിവിധ ദിവസങ്ങളിൽ ബീച്ച് ഫെസ്റ്റിൽ അരങ്ങേറുന്നത്. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബീച്ച് ഫെസ്റ്റ് കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് നടക്കുക. ഹരിത പെരുമാറ്റച്ചട്ടം പൂർണ്ണമായി പാലിക്കും. ഗതാഗതം സുഗമമാക്കുന്നതിനായി വളപട്ടണ പോലീസിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ E ശിവദാസൻ, കൺവീനർ R സനീഷ് കുമാർ, മറ്റു ഭാരവാഹികളായ KP രഞ്ജിത്ത്, ഷിസിൽ തേനായി, C സജൽ എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ KSU പ്രതിഷേധ മാർച്ചിലെ അതിക്രമം, നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും. പിടിയിലായത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും. മുന്നൊരുക്കങ്ങളില്ലാതെ ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കി. മുദ്രപത്രങ്ങൾക്കിപ്പോൾ കടുത്ത ക്ഷാമം നേരിടുന്നതായി KGOA. നിശ്ചിത തീയതിക്കുള്ളിൽ എഗ്രിമെന്റുകൾ വയ്ക്കാനാവുന്നില്ല. പ്രശ്നപരിഹാരത്തിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഭാരവാഹികൾ. രാജ്യത്തെ പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമുണ്ടാവുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി.
പരാമർശം സുശീല ഗോപാലൻ അനുസ്മരണത്തിനിടെ രാജ്യത്തെ മഹിളാ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു സുശീല ഗോപാലൻ എന്നും സൂസൻ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. മുന്നൊരുക്കമില്ലാതെ ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയതിന്റെ ഫലമായി മുദ്രപത്രങ്ങൾക്ക് കടുത്ത ക്ഷാമം ഉണ്ടായിരിക്കുകയാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇത് കാരണം നിശ്ചിത തീയതിക്കുള്ളിൽ അഗ്രിമെന്റുകൾ വയ്ക്കേണ്ട കരാറുകൾക്ക് വൻ പിഴ ചുമത്തുകയാണ് ചെയ്യുന്നത്. അതിനാൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ലെന്നും കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സുനിൽ പോള പറഞ്ഞു. ഈ കാര്യം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം. അതുവരെ പിഴയില്ലാതെ എഗ്രിമെന്റുകൾ വയ്ക്കാൻ അനുവദിക്കണമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സുനിൽ പോള ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിർമ്മാണ വസ്തുക്കളുടെ വില കുതിച്ചുയരുകയാണ്. ടാറിന്റെ വില വർദ്ധിച്ചിട്ടും കൂടിയ വില കരാറുകാർക്ക് നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. അതിനാൽ ടാറിംഗ് ജോലികൾ ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലാണ് കരാറുകാർ. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രമേ ഗവൺമെന്റ് കരാറുകാർക്ക് ടാർ വാങ്ങാൻ കഴിയുകയുള്ളൂ. അവരുടെ കുത്തക കാരണമാണ് ടാർ വില നിയന്ത്രണമില്ലാതെ വർദ്ധിക്കുന്നത്. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലയും കുത്തനെ ഉയരുകയാണ്. 3000-ൽ പരം ക്വാറികൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ 500 ക്വാറികൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ചെറിയ ക്വാറികൾക്ക് ഇളവ് നൽകി എല്ലാ ക്വാറികളെയും പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് സുനിൽ പോള ആവശ്യപ്പെട്ടു. പ്രധാനമായി നമ്മുടെ നിരക്ക് വർദ്ധിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ. നമുക്കറിയാം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും ദിനംപ്രതി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കരാറുകാർക്ക് ഇപ്പോഴും 2018 നിരക്ക് എന്താണോ ആ നിരക്കിലാണ് പ്രവൃത്തി ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ 2024 നിരക്ക് പ്രകാരമാണ് നമുക്കിവിടെ ഹൈവേയുടെ വർക്കുകൾ, പോസ്റ്റ് ഓഫീസിൻ്റെ ബിൽഡിങ്ങുകൾ, അതുപോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പ്രവൃത്തികളും നടന്നു വരുന്നത്. പക്ഷേ കേരളത്തിലെ പ്രവൃത്തികൾക്ക് മാത്രം 18 നിരക്ക് നൽകൂ എന്നുള്ള ഒരു ശാഠ്യം ഇപ്പോഴും കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ഇത് ഈ വർഷമെങ്കിലും പുതുക്കി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് ഈ മാർച്ച് വരെയും ലഭിക്കില്ല എന്നുള്ള സാഹചര്യം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ക്രഷർ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വർധന, ക്വാറി മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വർധന ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ 3 മുതൽ 6 രൂപ വരെയുള്ള വർധനയാണ് ഒരു അടി മെറ്റലിന് ഉണ്ടായിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി വിനോദൻ വെള്ളുവക്കണ്ടി, ട്രഷറർ ഇ ഷമൽ, എക്സിക്യൂട്ടീവ് സെക്രട്ടറി PI രാജീവ്, ജോയിന്റ് സെക്രട്ടറി KP ആഷിഖ് എന്നിവരും പങ്കെടുത്തു. കേരളത്തിലെ സഹകരണ പെൻഷൻകാരുടെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ പെൻഷൻകാരുടെ പെൻഷൻ വർധനവ് അനിവാര്യമാണെന്ന് മുൻ MLA TV രാജേഷ്. കേരളത്തിലെ സഹകരണ പെൻഷൻകാരുടെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ
സഹകരണ പെൻഷൻകാർ നടത്തിയ കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻകാരുടെ ആവശ്യങ്ങളോട് സർക്കാർ നീതിപൂർവമായ സമീപനം സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സംസ്ഥാന സർവീസിൽ ഏതാണ്ട് 5.25 ലക്ഷം ആളുകളാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ അതിന്റെ 1/5 ആളുകൾ സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്നു. സർക്കാർ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ എംപ്ലോയർ, തൊഴിൽ നൽകുന്ന സംവിധാനം കേരളത്തിന്റെ സഹകരണ മേഖലയാണ്. ആ സഹകരണ മേഖലയിൽ നിന്ന് പെൻഷൻ പറ്റിയിട്ടുള്ള പെൻഷനേഴ്സിന്റെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായ ഒരു പരിഷ്കാരത്തിന് കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെന്റ് പെൻഷൻ ബോർഡ് മുൻകൈ എടുക്കണം എന്ന ആവശ്യമാണ് ഈ സമരത്തിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ ജില്ലാ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളുടെ മുന്നിൽ നടക്കുന്ന ഈ സമരത്തിലൂടെ KCSP ആവശ്യപ്പെടുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് മണ്ണയാട് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KP പ്രഭാകരൻ സ്വാഗതവും, കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KV പ്രജീഷ്, കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി അഗീഷ് കുമാർ KV, അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി NV അജയകുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V കുഞ്ഞികൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവത്തോട് അനുബന്ധിച്ച് പുറത്തിറക്കുന്ന ഉത്സവ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. ആഘോഷ കമ്മിറ്റി കൺവീനർ MK രമേശൻ പ്രശസ്ത എഴുത്തുകാരനായ രാജൻ അഴീക്കോടന് ആദ്യ പതിപ്പ് നൽകി. ക്ഷേത്രം മാനേജർ K രവീന്ദ്രൻ, ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ P ശശിധരൻ നായർ, പബ്ലിസിറ്റി ചെയർമാൻ ചേലോറ ഗോപാലൻ, മാതൃസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രഥമ നാട്യാല ജനാർദ്ദനൻ സ്മാരക പുരസ്കാര സമർപ്പണവും നാട്യാല ജനാർദ്ദനൻ ജന്മശതാബ്ദിയും കെനന്നൂർ ബാർബൽ ക്ലബ്മേറ്റ്സ് കൂട്ടായ്മയുടെ സുവർണ ജൂബിലി ആഘോഷവും ഡിസംബർ 21 നടക്കും. വൈകുന്നേരം 4 മണിക്ക് ചേംബർ ഹാളിൽ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ ആദ്യമായി മിസ്റ്റർ വേൾഡായി തെരഞ്ഞെടുക്കപ്പെട്ട മുസാദിഖ് മൂസയുടെ ശരീര സൗന്ദര്യ പ്രദർശനവും നടക്കും. കെനന്നൂർ ബാർബൽ ക്ലബ് മീറ്റ്സ് ഈ പത്രസമ്മേളനം എന്തിനു വിളിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു മാസം മുമ്പേ കെനന്നൂർ ബാർബൽ ക്ലബിൻ്റെ മഹാഗുരുനാഥൻ ശ്രീ നാട്യാല ജനാർദ്ദനൻ്റെ നാമധേയത്തിൽ ഒരു അവാർഡ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അത് ഡിസംബർ 21 അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ദിനത്തിലും ബാർബർ ക്ലബിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ വേളയിൽ ആ അവാർഡുകൾ വിതരണം ചെയ്യും. ഒരു മാസം മുമ്പേ നമ്മളത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ അയൺ ഗെയിംസിലെ 4 അർജുന അവാർഡ് ജേതാക്കൾക്കാണ് ആ അവാർഡ് പ്രഖ്യാപിച്ചത്. PJ ജോസഫ് പവർ ലിഫ്റ്റിംഗ്, TV പോളി ബോഡി ബിൽഡിംഗ്, സജീവൻ ഭാസ്കരൻ എഡോഡി പവർ ലിഫ്റ്റിംഗ്, PK യശോധര അദ്ദേഹത്തിന് മരണാനന്ദ ബഹുമതിയായിട്ടാണ് ഈ അവാർഡ് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ സുനിൽകുമാർ അത് വന്ന് സ്വീകരിക്കും. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മികച്ച കായിക താരങ്ങളായ നന്ദന KV, ജാനിസ് അബ്ബാസ് എന്നിവർക്കും, കായിക രംഗത്ത് മികച്ച സംരംഭകനുള്ള അവാർഡ് ഫിറ്റ്നസ് എക്സ്ട്രീം MD ശ്രീ ജിജു ചന്ദ്രൻ അവർക്കാണ്. അതുപോലെ തന്നെ പത്രമാധ്യമ രംഗത്ത് മനോരമ സ്പോർട്സ് റിപ്പോർട്ടർ ദിനേശ് കുമാർ, അതുപോലെ തന്നെ സുദിനം ലേഖൻ അബ്ദുൽ മുനീർ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡിസംബർ 21 വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഈ അവാർഡുകൾ വിതരണം ചെയ്യും. അർജുന അവാർഡ് ജേതാക്കളായ PJ ജോസഫ്, TV പോളി, സജീവൻ, ഭാസ്കരൻ എഡോളി, PK യശോധര എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. PK യശോധരയ്ക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കണ്ണൂർ സർവകലാശാലയിലെ മികച്ച കായിക താരങ്ങളായ KV നന്ദന, ജാനിസ് അബ്ബാസ്, സ്പോർട്സ് മാധ്യമ പ്രവർത്തകനായ G ദിനേശ് കുമാർ, അബ്ദുൾ മുനീർ എന്നിവർക്കും കർമ്മമേഖലയിലെ സംഭാവനകൾ പരിഗണിച്ച് പുരസ്കാരം നൽകും. പ്രശസ്ത ശില്പി KKR വേങ്ങരയാണ് അവാർഡുകൾ രൂപകൽപ്പന ചെയ്തത്. വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ ബാർബൽ ക്ലബ് മീറ്റ്സ് പ്രസിഡന്റ് അഴീക്കോടൻ ജ്യോതി, സെക്രട്ടറി മോഹനൻ പീറ്റേഴ്സ്, ട്രഷറർ MP അരുൺകുമാർ, PV കിഷോർ, MP പ്രസൂൺ കുമാർ എന്നിവർ പങ്കെടുത്തു. ശബരിമലയും പരിസരവും ഇന്ന് സുന്ദരമാണെന്ന് 35 വർഷമായി മല ചവിട്ടുന്ന തൃശൂർ മാള അന്നമനട സ്വദേശി CD ഉദയകുമാർ. വർഷാവർഷം ശബരിമലയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. തീവ്രവ്രതമെടുത്ത് മല കയറി വരുന്ന ഭക്തർക്ക് ഒന്നിലേറെ തവണ തൊഴാൻ കഴിയുന്ന രീതിയിൽ എസ്കലേറ്റർ സംവിധാനമൊക്കെ ശബരിമലയിൽ ഭാവിയിൽ വരുമെന്ന പ്രത്യാശയും ഉദയകുമാർ പങ്കുവച്ചു.
കോവിഡ് പ്രളയ സമയമൊഴികെ കഴിഞ്ഞ 35 വർഷമായി ഉദയകുമാർ സന്നിധാനത്ത് മുടങ്ങാതെ എത്തുന്നുണ്ട്. പണ്ടുകാലത്ത് ശബരിമലയിൽ പോവുക എന്ന് പറഞ്ഞാൽ ഭയം നിറഞ്ഞ കാര്യമായിരുന്നു. പലരും പറഞ്ഞു പേടിപ്പിക്കും. റോഡ് സൗകര്യം പോലുമില്ല. പിന്നീട് ഓരോ വർഷവും നല്ല മാറ്റം വന്നു. ഒരുപാട് സൗകര്യങ്ങൾ വന്നു. പണ്ട് വൃത്തിഹീനമായിരുന്ന പ്രദേശം ഇന്ന് സുന്ദരമാണെന്നും കേരള ബാങ്കിൽ നിന്നും എക്സിക്യൂട്ടീവ് ഓഫീസറായി വിരമിച്ച 67-കാരനായ ഉദയകുമാർ പറഞ്ഞു. 35 വർഷമായിട്ട് ഞാൻ എല്ലാ വർഷവും 2 വർഷം ഒഴികെ ആ കൊറോണ പീരീഡിലും പിന്നെ പ്രളയത്തിൻ്റെ ആ 2 വർഷം മാത്രം അതിൽ മുടക്ക് വന്നുണ്ട്. അല്ലാണ്ട് അടുപ്പിച്ച് 35 വർഷം ഈ ശബരിമല ദർശനം നടത്തുന്ന ആളാണ്. ഈ തവണത്തെ ദർശനം വളരെ സുഖമായിട്ട് നടത്താൻ പറ്റി. തിരക്കുണ്ടെങ്കിലും വളരെ നല്ലൊരു ഭഗവാന്റെ കൃപ കൊണ്ട് നല്ലൊരു ദർശനത്തിന് സാധ്യമായി. പിന്നെ പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം കൂടെ വരുമ്പോൾ പേടിയാണ്. ശബരിമലയിലേക്ക് വരുമ്പോൾ ഭയങ്കര പേടിയാണ്. പുലി അങ്ങനെ ഒന്നാമത് കുറേ ആൾക്കാർ പേടിപ്പിക്കും. പിന്നെ ഇത്രയും റോഡൊന്നും ഇങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നില്ല. പെരിമേലിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പേടിയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് വളരെ അന്നും ദർശനമൊക്കെ സുഖം തന്നെ. ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ വന്നു. ഓരോ വർഷം ചെല്ലുന്തോറും മാറ്റങ്ങൾ കൂടി വരുന്നു. പിന്നെ ദർശനത്തിനുള്ള സൗകര്യങ്ങളും വളരെയധികം കൂടിയുണ്ട്. പിന്നെ വളരെ വൃത്തിയായി. ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ വൃത്തിയുണ്ട്. പണ്ടിവിടെ ചവിട്ടാൻ പറ്റില്ല. പണ്ടൊക്കെ വരുമ്പോൾ ശബരിമല സന്നിധാനത്ത് വന്നു കഴിയുമ്പോൾ ചവിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള വൃത്തികേടും അഴുക്കും കാര്യങ്ങളൊക്കെ. ഇന്നൊക്കെ അതൊക്കെ വളരെ സ്വർഗം പോലെയായി ഇവിടെ. ഭാര്യ AC അനിതകുമാരിയുമൊത്ത് ബുധനാഴ്ച അയ്യനെ തൊഴുത് ഉദയകുമാർ വ്യാഴാഴ്ച ഉച്ചയോടെ മലയിറങ്ങി. അന്താരാഷ്ട്ര കരകൗശല മേള വടകരയിൽ. മേളക്ക് വടകര ഇരിങ്ങലിൽ നാളെ തുടക്കമാവും. 15 രാജ്യങ്ങളിൽ നിന്നായി 200-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കും. നിരവധി സ്റ്റാളുകൾ പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർഗാലയ അന്താരാഷ്ട്ര കരകൗശലമേളയ്ക്ക് വടകര ഇരിങ്ങലിൽ നാളെ തുടക്കമാവും. 15 രാജ്യങ്ങളിൽ നിന്നായി 200-ൽ പരം കലാകാരന്മാർ മേളയിൽ പങ്കെടുക്കും. സർഗാലയുടെ 12ാമത് കലാകരകൗശല മേളയാണ്. ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റന്മാർ പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ ഫുഡ് ഫെസ്റ്റ്, കിഡ്സ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം, പിന്നെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം, പെഡൽ ആൻഡ് മോട്ടോർ ബോട്ട്, പിന്നെ അതുപോലെ തന്നെ കേരള കാർട്ടൂൺ അക്കാദമിയുടെ ഒരു കൗണ്ടറും അതുപോലെ ബുക്ക് ഫെസ്റ്റിവലും കൂടി ക്ലബ് ബേസ്ഡാണ് നമ്മുടെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. പിന്നെ ടൂറിസം ടോക്ക് സീരീസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം വരുന്നത് 22-ാം തീയതിയാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റിയാസ് സാറാണ്, മിനിസ്റ്റർ റിയാസ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകിട്ടാണ് ഉദ്ഘാടനം. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 20 മുതൽ ഡിസംബർ 24 മുതൽ ജനുവരി 6 വരെയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എൻ്റയർ ഡ്യൂറേഷൻ പീരീഡ്. കാലത്ത് 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് കരകൗശലമേള. വിവിധ സ്റ്റാളുകളും പുസ്തകഭക്ഷ്യ മേളകളുമൊക്കെ മേളക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജർമാരായ KK ശിവദാസൻ, സരൂപ് ലാൽ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുശീല ഗോപാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി അനുസ്മരണ പ്രഭാഷണം നടത്തി. പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത കാലം അണ്ണൻ എന്നൊരാൾ താമസിക്കാൻ വരുന്നു എന്നത് മാത്രം അറിയാം. അങ്ങനെ താമസിക്കാൻ വന്ന ശേഷം കുറിപ്പടി തയ്യാറാക്കുന്നതും അതെവിടെ എത്തിക്കണം എന്നതിനെക്കുറിച്ചും പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനും സമയാസമയത്ത് ആഹാരം എത്തിച്ചു കൊടുക്കലും ചെയ്തുകൊണ്ട് സുശീലയും സഹോദരനും ദീർഘനാൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബീന എഴുതിയ പുസ്തകത്തിൽ സുശീല വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് സ്റ്റാലിൻ എന്നും, എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. പിന്നീട് സുശീലയെയും സഹോദരനെയും ഇരുത്തി സ്റ്റാലിൻ ആ രാജ്യത്തെ ജനങ്ങളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിയതും മറ്റുമൊരു കഥയുടെ രൂപത്തിൽ AKG തന്നെ അവതരിപ്പിക്കുകയും അതെല്ലാം കേട്ടതിനു ശേഷം ആരാധന തിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയതിനെക്കുറിച്ചുമെല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ചെറിയ പ്രായത്തിൽ തുടങ്ങിയ ബന്ധം പിന്നീട് വേർപിരിയാൻ പറ്റാത്ത വിധത്തിൽ എത്തി. സുശീലയുടെയും AKGയുടെയും വിവാഹം അക്കാലത്ത് ഒരു അത്ഭുതമായിരുന്നു. സുശീലയുടെ വീട്ടുകാർക്ക് വിവാഹം ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും അത് നടന്നേ മതിയാവൂ എന്ന വാശിയിൽ അന്ന് 3:30 മണിക്ക് വിവാഹം തീരുമാനിക്കുകയും മറ്റൊരു സമരത്തിൽ പങ്കെടുത്ത് AKG 5 മണിക്ക് വൈകിയെത്തുകയും സുഹൃത്തുക്കൾ നൽകിയ രക്തഹാരം അണിച്ച് സുശീലയെ സഹധർമ്മിണിയാക്കുകയും ചെയ്തു. ഉദ്ഘാടന ശേഷം നടത്തിയ പ്രഭാഷണത്തിൽ സൂസൻ കോടി അനുസ്മരിച്ചു. സ്റ്റാലിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. സ്റ്റാലിൻ ആരാണ് അല്ലെങ്കിൽ സ്റ്റാലിന്റെ സ്വഭാവം എന്താണെന്ന് സുശീല അറിയില്ല, ചെറുപ്പമാണ്. പക്ഷെ സ്റ്റാലിൻ ആണ് ഒരു ആരാധനാമൂർത്തിയായി സുശീല കണ്ടിരുന്നെങ്കിൽ ഈ കഥകളും ചരിത്രവും എല്ലാം കേൾക്കുവാനും
പഠിക്കുവാനും എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ത്വര സുശീല സാറിനുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് കുട്ടികളെയും ഇരുത്തി സഹ AKG അണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സഹ AKG ആയിരുന്നു. AKG തന്നെ ഈ സ്റ്റാലിൻ എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ രാജ്യത്ത് ചെയ്തത്, എത്ര നിഷ്ഠൂരമായിട്ടാണ് അവിടെ ജനങ്ങളെ കൊന്നൊടുക്കിയത്, ഇതെല്ലാം ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയും അതെല്ലാം കേട്ട പശ്ചാത്തലത്തിൽ അതെല്ലാം കേട്ടതിന് ശേഷം ആ ധാരണ തിരുത്തുന്നതിനാവശ്യമുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തതിനെ സംബന്ധിച്ചെല്ലാം അതിൽ പറയുന്നു. ജില്ലാ പ്രസിഡന്റ് KPV പ്രീത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV സരള, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K ശോഭ, TT റംല, R അജിത, TK സുലേഖ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PK ശ്യാമള സ്വാഗതം പറഞ്ഞു. ഇന്റർനാഷണൽ മാർഷൽ ആർട്സ് അക്കാദമിയും റോട്ടറി കണ്ണൂർ സെന്ററിലും സംയുക്തമായി നടത്തുന്ന ഓൾ ഇന്ത്യ കരാത്തെ ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ. റോട്ടറി ബ്ലൂഡോ കപ്പ് 2024 ഡിസംബർ 22-ന് ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. സെൻട്രലും ഇന്റർനാഷണൽ മാർഷൽ ആർട്സ് അക്കാദമിയും ചേർന്നിട്ട് ഈ വരുന്ന 22-ാം തീയതി ശ്രീപുരം സ്കൂളിൽ വെച്ചിട്ട് ഒരു നാഷണൽ ലെവൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്തുകയാണ്. അപ്പോൾ റോട്ടറിയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് സെക്കൻഡ് ഇയർ ആണ് ഇന്റർനാഷണൽ മാർഷൽ ആർട്സ് അക്കാദമിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇതിപ്പോൾ ഒരു സോഷ്യൽ കോസ് എന്ന നിലയിൽ ഇപ്പം കുട്ടികൾക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കണ്ണൂരിലെ ലീഡിംഗ് മാർഷൽ ആർട്സ് ട്രെയിനറാണ് സെൻസൈ സുഗന്ധൻ. അദ്ദേഹത്തിൻ്റെ അക്കാഡമി എല്ലാ സ്കൂളുകളിലും കുട്ടികളെ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റോട്ടറിയിൽ ഇൻവോൾവ് ആവുന്ന കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ ചാരിറ്റിയോടൊപ്പം തന്നെ മറ്റുള്ള സോഷ്യൽ ആക്ടിവിറ്റീസും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നു. കണ്ണൂരിലെ 3ാമത്തെ ക്ലബ്ബാണ് റോട്ടറി കണ്ണൂർ സെൻട്രൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് വിജയകരമായിട്ട് ഒരുപാട് പ്രോജക്ട്സ് ചെയ്തു വരുന്നു. ഈ ഒരു മാർഷൽ ആർട്സ് ടൂർണമെൻറ്റിൽ ഞങ്ങൾ ഇൻവോൾവ് ആവാനുള്ള കാരണം കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് മാർഷൽ ആർട്സ് വളരെയധികം സഹായിക്കുന്നു. അതോടൊപ്പം ഡിസിപ്ലിനോടുകൂടി ഇപ്പോൾ ഇന്നത്തെ സോഷ്യൽ കണ്ടീഷൻസിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റു കാര്യങ്ങളിലും കുട്ടികളുടെ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരാത്ത രീതിയിൽ ഇവരെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഫിസിക്കൽ ഡെവലപ്മെൻറ്റും മറ്റുള്ള ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ട്രെയിനിങ്സ്, അതായത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ട്രെയിനിങ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളതുകൊണ്ട് നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് സഹായിക്കുന്നുണ്ടാവും. ഇപ്പോൾ റോട്ടറി കണ്ണൂർ സെൻട്രലിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ഒരു സംഭവം നമ്മളൊരു മേജർ പ്രൊജക്റ്റായിട്ട് നമ്മളിത് കാണുന്നത്. കാരണം ഇതൊരു എല്ലാ വർഷവും ഈ രീതിയിലുള്ളൊരു ആക്ടിവിറ്റി പ്രകാരം നമ്മൾ നല്ല രീതിയിൽ നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ യുവതലമുറയിലേക്ക് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 700 മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. മത്സരങ്ങളിൽ 5 വയസ്സ് മുതൽ പ്രായമുള്ളവർ മത്സരിക്കും. വിവിധ വിഭാഗത്തിലായി കത്ത, കുമിത്തെ ഇനങ്ങളിലാണ് മത്സരം. ചാമ്പ്യൻഷിപ്പ് രാവിലെ 7:30-ന് ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് NK സുഗന്ധൻ, കൺവീനർ വിനോദ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ KSU പ്രതിഷേധ മാർച്ചിലെ അതിക്രമം, നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും. പിടിയിലായത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും. മുന്നൊരുക്കങ്ങളില്ലാതെ ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കി. മുദ്രപത്രങ്ങൾക്കിപ്പോൾ കടുത്ത ക്ഷാമം നേരിടുന്നതായി KGOA. നിശ്ചിത തീയതിക്കുള്ളിൽ എഗ്രിമെന്റുകൾ വയ്ക്കാനാവുന്നില്ല. പ്രശ്നപരിഹാരത്തിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഭാരവാഹികൾ. രാജ്യത്തെ പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമുണ്ടാവുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി. പരാമർശം സുശീല ഗോപാലൻ അനുസ്മരണത്തിനിടെ. രാജ്യത്തെ മഹിളാ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു സുശീല ഗോപാലൻ എന്നും സൂസൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.